ഓൺലി ദ ചിൽഡ്രൻ നോ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയെയാണ്. വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ചു തരും. ആയിരത്തി 1943 അന്റോൺ ഡി സെയിന്റ് എക്സ്യൂപ്പറി എഴുതിയ ദ ലിറ്റിൽ പ്രിൻസ് എന്ന നോവലെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബൈബിളിന് ശേഷം ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണിത്. പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു ഫെയറി ടെയിൽ പോലെ അല്ലെങ്കിൽ ഒരു ഫാന്റസി പോലെയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഇതിൽ ധാരാളം പടങ്ങളും അതുപോലെ തന്നെ വളരെ സിമ്പിളായ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണിത്. നോവലിൽ ആരംഭിക്കുന്നത് നമ്മുടെ നറേറ്റർ പണ്ട് 6 വയസ്സായിരുന്നപ്പോൾ വരച്ച ചില പടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ട്രൂ സ്റ്റോറീസ് ഫ്രം നേച്ചർ എന്നൊരു പുസ്തകത്തിൽ അയാൾ ബോവ കൺസ്ട്രക്ടേഴ്സിനെ കുറിച്ചൊക്കെ വായിക്കുന്നു, അതായത് പെരുമ്പാമ്പിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ 6 വയസ്സുകാരൻ അതിൻ്റെ പടങ്ങൾ വരയ്ക്കാനും അതുപോലെ സാധാരണ പെരുമ്പാമ്പിനെ വരയ്ക്കുകയല്ല, ഓരോ സാധനങ്ങൾ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരച്ച പടം എന്ന് പറയുന്നത് ഒരു തൊപ്പി വിഴുങ്ങിയ പെരുമ്പാമ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം ആനയെ വിഴുങ്ങുന്നതൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുതിർന്നവരെയും ഈ 6 വയസ്സുകാരൻ ഈ പടങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ എല്ലാ മുതിർന്നവരെയും പോലെ അവരും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തൊപ്പിയാണ്. അപ്പോൾ ഈ 6 വയസ്സുകാരൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇത് പെരുമ്പാമ്പാന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മുതിർന്നവർക്ക് അതൊരു അലോസരം ഉണ്ടാക്കും. അവർ പറയുന്നത് ഇങ്ങനെ ചുമ്മാ ഇതിന്റെ പെരുമ്പാമ്പിന്റെ ഒക്കെ പടം വരച്ചിരിക്കാതെ പോയി ഗ്രാമറും ഹിസ്റ്ററിയും അതുപോലെ കണക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ മുതിർന്നവരെ ഇത് കാരണം ഈ നമ്മുടെ 6 വയസ്സുകാരന് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കാണുന്ന ഓരോ മുതിർന്നവരെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇയാൾ വരച്ച ഈ തൊപ്പി വിഴുങ്ങിയ പെരുമ്പാമ്പിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അയാൾ ശരിക്കും ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. എങ്ങാണോ അത് തൊപ്പിയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അയാൾ ഈ നമ്മുടെ പെരുമ്പാമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കാടിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാതെ ഈ 6 വയസ്സുകാരൻ പിന്നെ ഗോൾഫിനെ കുറിച്ചും പാലങ്ങളെ കുറിച്ചും ബാക്കി ലോകത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ ആ മുതിർന്നവർ താനും ഏതോ ഒരു സാധാരണ കുട്ടിയാണെന്ന് വിചാരിച്ചോളും എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ലിറ്റിൽ പ്രിൻസിനെ നമ്മുടെ നറേറ്റർ ആദ്യമായിട്ട് കാണുന്നത് അയാൾ പ്ലെയിൻ ഓടിച്ചു പോകുമ്പോൾ ഒരിക്കൽ സഹാറ മരുഭൂമിയിൽ വെച്ച് പ്ലെയിൻ തകർന്നു വീഴും. അപ്പോൾ മരുഭൂമിയിൽ ഒറ്റയ്ക്കായ ഇയാൾ പല ദൂരം നടക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവസാനം ഒരിടത്തും എത്താതെ മണലിൽ തന്നെ കിടന്നുറങ്ങുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഇയാളെ ലിറ്റിൽ പ്രിൻസ് തട്ടി ഉണർത്തുകയാണ്. അപ്പോൾ ഇയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതോ ഒരു പയ്യൻ നിൽക്കുന്നു. എന്നാൽ മുതിർന്നവരെ പോലെ ഉണ്ട് താനും. എന്നാൽ ആദ്യം തന്നെ ഈ കാണുന്ന കുട്ടി ഇയാളോട് ചോദിക്കുന്നത് ഒരു ചെമ്മരിയാടിനെ പടം വരച്ചു തരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഉടനെ തന്നെ പേപ്പർ എടുത്ത് ഇയാൾ ആ പണ്ട് 6 വയസ്സുകാരൻ ചെയ്ത പോലെ തന്നെ ആദ്യം വരച്ചത് പെരുമ്പാമ്പിനെയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് ചെമ്മരിയാടിനെയാണ്. കാരണം ഇയാൾ പലതരത്തിലുള്ള ചെമ്മരിയാടുകളെയൊക്കെ വരച്ച് കാണിക്കും, ഇതിലുള്ളതുപോലെ. എന്നാൽ ഈ ചെമ്മരിയാടുകളെ ഒന്നും കണ്ടിട്ട് ഈ ലിറ്റിൽ പ്രിൻസിന് മതിയാവുന്നില്ല. ലിറ്റിൽ പ്രിൻസ് പറയുന്നത് ഇത് ഒരെണ്ണം കൊമ്പുള്ളതാണ്, അത് കോലാടാണല്ലോ, പിന്നെ മറ്റേതൊരെണ്ണം വളരെ വയസ്സ് ചെന്നതാണ്. അവസാനം ഒരു വഴിയും ഇല്ലാതെ ഈ പൈലറ്റ് എന്ത് ചെയ്യും, ഒരു ബോക്സ് വരയ്ക്കും. എന്നിട്ട് ബോക്സിൽ 3 കിഴുത്ത ഇട്ടിട്ട് ഇയാൾ പറയും ഈ ചെമ്മരിയാട് ഈ ബോക്സിനുള്ളിലാണ്. ഇത് കണ്ടിട്ട് ലിറ്റിൽ പ്രിൻസിന് ഒരുപാട് സന്തോഷമാണ്. ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ചെമ്മരിയാടിന് ഒരുപാട് പുല്ലൊക്കെ വേണ്ടി വരുമോ? ഇയാൾ പറഞ്ഞു ഇല്ല, ചെറിയ ചെമ്മരിയാട്, അപ്പോൾ ഇതിന് ഇച്ചിരി പുല്ലൊക്കെ മതി. അത് കേട്ടിട്ട് ലിറ്റിൽ പ്രിൻസിന് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇയാൾ ആദ്യമായി ലിറ്റിൽ പ്രിൻസിനെ കാണുന്നത്. പിന്നീട് ഈ ഇയാളുടെ പ്ലെയിൻ തകർന്നു വീണ പ്ലെയിൻ കാണുമ്പോഴാണ് ലിറ്റിൽ പ്രിൻസ് ഇയാളോട് ചോദിക്കുന്നു ഇതെന്ത് സാധനമാണ്. അപ്പോൾ ഇയാൾ വിമാനമാണ്, ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ലിറ്റിൽ പ്രിൻസ് ചോദിക്കുന്നു അപ്പോൾ നിങ്ങളും ആകാശത്ത് നിന്ന് വന്നതാണ്, എങ്കിൽ പിന്നെ നിങ്ങളുടെ പ്ലാനറ്റ് ഏതാണ്? അന്നേരമാണ് നമ്മുടെ പൈലറ്റിന് കത്തുന്നത് ലിറ്റിൽ പ്രിൻസ് നമ്മുടെ പ്ലാനറ്റിൽ നിന്ന്, ഭൂമിയിൽ നിന്നുള്ളതല്ല. അപ്പോൾ ഇയാൾ ചോദിക്കുമ്പോൾ അങ്ങനെ പതിയെ പതിയെ ഓരോ വിവരങ്ങൾ ലിറ്റിൽ പ്രിൻസ് തന്റെ പ്ലാനറ്റിനെ കുറിച്ച് പറയുന്നു. ലിറ്റിൽ പ്രിൻസ് വരുന്നത് ആസ്ട്രോയിഡ് B612 നിന്നാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പൈലറ്റ് പുതിയ പുതിയ കാര്യങ്ങൾ ഈ ലിറ്റിൽ പ്രിൻസിൽ നിന്ന് ആ ആസ്ട്രോയിഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതായത് അവിടെ ബാബോബ് മരങ്ങളുണ്ട്, ദിവസവും അതിനെ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് ഒരുപാട് വലുതായി ആ ഗ്രഹം നശിപ്പിച്ചിരിക്കും.
അപ്പോൾ ഈ ലിറ്റിൽ പ്രിൻസ് പറയുന്നുണ്ട് ഈ ആസ്ട്രോയിഡ് വളരെ ചെറുതാണ്, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല, എന്നാൽ ഒരേ ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അത്ര ദൂരമേ ഉള്ളൂ, കുറച്ചു ദൂരം നടന്നാൽ അപ്പുറത്ത് സൂര്യൻ വീണ്ടും അസ്തമിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം തന്നെ 41 തവണയൊക്കെ സൺസെറ്റ് കണ്ട കാര്യമൊക്കെ ലിറ്റിൽ പ്രിൻസ് ഇയാളോട് പറയുന്നു. അപ്പോൾ ലിറ്റിൽ പ്രിൻസിന്റെ ഈ ആസ്ട്രോയിഡിൽ ബാബാബ് മരങ്ങളല്ലാതെ വേറെ പല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്നു. എന്നാൽ ഈ പൂക്കളെല്ലാം പകല് തന്നെ ഉണ്ടാവുകയും രാത്രി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നില്ല. എന്നാൽ ഒരിക്കൽ എവിടെ നിന്നോ ഒരു വിത്ത് വരികയും ആ വിത്തിൽ നിന്ന് പുതിയൊരു ചെടിയും പുതിയൊരു പൂവും ഉണ്ടായി വരും. അപ്പോൾ വളരെ സൗന്ദര്യമുള്ള ഒരു പൂവിനെയാണ് ഈ ചെടിയിൽ നിന്ന് വരുന്നതായിട്ട് ലിറ്റിൽ പ്രിൻസ് കാണുന്നത്. അതിനോട് ലിറ്റിൽ പ്രിൻസ് സംസാരിക്കുകയും അതിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് അതിന് വെള്ളം ഒഴിക്കുകയും അതുപോലെ കട്ടിയുള്ള വിൻഡിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്ക്രീനുകൾ വെച്ചു കൊടുക്കുകയും അതുപോലെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു ഗ്ലോബിനകത്താക്കുകയൊക്കെ ചെയ്തു കൊടുക്കും. എന്നാൽ ഈ ചെടിയിൽ മുള്ളുകളും ഉണ്ടാകും. അപ്പോൾ ലിറ്റിൽ പ്രിൻസിന് സംശയം ഈ മുള്ളുകൾ എന്തിനാണ്. എന്നാൽ പൂ പറയുന്നു ഈ മുള്ളുകൾ ഏതെങ്കിലും കടുവ വരികയാണെങ്കിൽ അതിനെ ഓടിക്കാനുള്ളതാണ്, അതിൻ്റെ നഖങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൂവിന്റെ വാക്കുകൾ കേട്ട് മുറിവേറ്റ ലിറ്റിൽ പ്രിൻസ് തീരുമാനിക്കുന്നു ഇനി ഈ ആസ്ട്രോയിഡിൽ നിൽക്കേണ്ട, ബാക്കി യൂണിവേഴ്സ് മൊത്തം കറങ്ങാനും ബാക്കി അതുപോലെ തന്നെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ മൈഗ്രേറ്ററി ബേർഡ്സിനെ കണ്ട് അതിൻ്റെ കൂടെ പോകാൻ വേണ്ടി ലിറ്റിൽ പ്രിൻസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ദിവസം ലിറ്റിൽ പ്രിൻസ് തൻ്റെ ആ പ്ലാനറ്റ് എല്ലാം വൃത്തിയാക്കുകയും സ്ഥിരം ചെയ്യുന്ന പോലെ ബാബാബ് മരങ്ങളിലെല്ലാം പറിച്ചെടുത്ത് കളയുകയൊക്കെ ചെയ്യുന്നു. അവസാനമായി ഈ പൂവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് ലിറ്റിൽ പ്രിൻസ് പോവുകയാണ്. അങ്ങനെ യാത്രക്കിടയ്ക്ക് ലിറ്റിൽ പ്രിൻസ് വിവിധ ഇതുപോലത്തെ ആസ്ട്രോയിഡ് പ്ലാനറ്റ്സ് ഒക്കെ സന്ദർശിക്കുന്നു. അങ്ങനെ 6 ഡിഫറെന്റ് മനുഷ്യരെ കാണുന്നു. ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങിപ്പോയ മനുഷ്യരാണ്. ആദ്യമായി ഈ ലിറ്റിൽ പ്രിൻസ് കാണുന്നത് ഒരു രാജാവിനെയാണ്. ഈ രാജാവാകട്ടെ എന്തിനും ഏതിനും ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാവിനെ കണ്ട ലിറ്റിൽ പ്രിൻസ് എപ്പോഴും കോട്ടുവ ഇടുന്നു. അപ്പോൾ കോട്ടുവ ഇടുന്നത് ഒരു രാജാവിന് മുമ്പിൽ ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്ന് രാജാവ് ലിറ്റിൽ പ്രിൻസിനെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ലിറ്റിൽ പ്രിൻസ് പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കോട്ടുവ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ രാജാവ് പറയുന്നത് എങ്കിൽ പിന്നെ ഐ ഓർഡർ യു ടു യോൺ, ഞാൻ ഉത്തരവിടുകയാണ്, നീ കോട്ടുവ ഇട്ടോളൂ. ഇങ്ങനെ ഏത് കാര്യത്തിനും ഉത്തരവിടുന്ന ഒരാളാണ് ഈ രാജാവ്. അവസാനം ലിറ്റിൽ പ്രിൻസ് പോകാറാകുമ്പോഴും രാജാവ് വിടാൻ സമ്മതിക്കുന്നില്ല. എങ്കിലും പോകണമെന്ന് മനസ്സിലാകുന്ന രാജാവ് ഉടനെ അടുത്ത് ഉത്തരവിടുകയാണ്, നിന്നെ ഞാനൊരു അംബാസഡർ ആക്കിയിരിക്കുന്നു ഈ രാജ്യത്തിന്റെ, അതുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ലിറ്റിൽ പ്രിൻസ് വീണ്ടും യാത്ര തുടരുന്നു. പിന്നീട് കാണുന്നത് വേറെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരാള് സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തിനാണ് മദ്യപിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കള്ളുകുടിയുടെ നാണക്കേട് മറക്കാൻ വേണ്ടിയാണ് താൻ കള്ളുകുടിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. പിന്നീട് കാണുന്നതാണെങ്കിൽ ഒരു ബിസിനസ്മാനെയാണ്. ഇയാള് നക്ഷത്രങ്ങളെ എണ്ണുന്നതാണ് ഇയാളുടെ പണി. ഇയാൾ പറയുന്നത് ഈ നക്ഷത്രങ്ങളെ എണ്ണുന്നതോടുകൂടി ഈ നക്ഷത്രങ്ങളെല്ലാം ഇയാളുടെ ആവുന്നതാണ്. അപ്പൊ അങ്ങനെ പലതരത്തിൽ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകളെ ആണ് ലിറ്റിൽ പ്രിൻസ് കാണുന്നത്. ഏറ്റവും അവസാനം ഒരു ജിയോഗ്രാഫറിനെ കാണുന്നു. അയാളാണെങ്കിൽ ഒരിടത്തും പോയിട്ടൊന്നുമില്ല, പക്ഷെ അയാളാണ് ലിറ്റിൽ പ്രിൻസിനോട് എർത്തിൽ പോകാൻ പറയുന്നത്. അങ്ങനെ ഭൂമിയിലെത്തുന്ന ലിറ്റിൽ പ്രിൻസ് ആദ്യം ഈ മരുഭൂമിയിൽ എത്തുമെങ്കിലും പല വഴിക്ക് നടക്കുകയൊക്കെ ചെയ്യുന്നു. ഭൂമിയിലെത്തുന്ന ലിറ്റിൽ പ്രിൻസ് ആദ്യം ഒരു പാമ്പിനെ പരിചയപ്പെടുന്നു. പാമ്പ് പറയുന്നുണ്ട് ലിറ്റിൽ പ്രിൻസിനോട്, അതായത് ഞാൻ ഏറ്റവും ചെറിയൊരു ജീവിയാണ്, പക്ഷേ നിനക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എനിക്ക് നിന്നെ എത്തിക്കാൻ സാധിക്കും. പിന്നീട് ലിറ്റിൽ പ്രിൻസ് കുറെ കൂട്ടം റോസാ ചെടികളെ കാണുമ്പോഴാണ് ലിറ്റിൽ പ്രിൻസിന് മനസ്സിലാവുന്നത് തൻ്റെ ആ പൂവ് അത് മറ്റൊരു റോസ മാത്രമായിരുന്നു. ഇത് കണ്ട് വളരെ സങ്കടത്തിലാവുന്ന ലിറ്റിൽ പ്രിൻസ് തൻ്റെ യാത്ര തുടരുകയും പിന്നീടൊരു കുറുക്കനെയൊക്കെ കാണുന്നു. അപ്പോൾ ലിറ്റിൽ പ്രിൻസ് സങ്കടം പറയുന്നു, അത് ഒരു സ്പെഷ്യൽ റോസാപ്പൂ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ചെടിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഫോക്സ് ലിറ്റിൽ പ്രിൻസിനോട് പറയുന്നു, ഇറ്റ് ഈസ് എ ടൈം യു ഹാവ് വേസ്റ്റഡ് ഫോർ യുവർ റോസ് ദാറ്റ് മേക്സ് യുവർ റോസ് സോ ഇമ്പോർട്ടൻറ്റ്. മെൻ ഹാവ് ഫോർഗോട്ടൻ ദിസ് ട്രൂത്ത്, സെഡ് ദ ഫോക്സ്, ബട്ട് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ഇറ്റ്. യു ബിക്കം റെസ്പോൺസിബിൾ ഫോർ എവർ ഫോർ വാട്ട് യു ഹാവ് ടൈം. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ റോസ്. അങ്ങനെ കുറുക്കനിൽ നിന്ന് വിലപ്പെട്ട ആ പാഠം പഠിച്ചതിന് ശേഷം ലിറ്റിൽ പ്രിൻസ് അടുത്തടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അയാൾ അടുത്തതായിട്ടൊരു റെയിൽ റോഡ് സ്വിച്ച്മാനെ കാണുന്നു. പല ട്രെയിനുകൾ അങ്ങനെ പോകുമ്പോൾ അതിനെ ഇടത്തേക്കും വലത്തേക്കും വഴിതിരിച്ചു വിടുന്നതാണ് ഇയാളുടെ ജോലി. അപ്പോൾ ലിറ്റിൽ പ്രിൻസിന് സംശയമായി, ഈ ആൾക്കാരെല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നത്, അത് ആർക്കും അറിയില്ല,
എന്തിന് ലോക്കോമോട്ടീവ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് പോലും അറിയില്ല. അപ്പോൾ തിരിച്ചു വരുന്ന കുറച്ച് ആൾക്കാരെ ലിറ്റിൽ പ്രിൻസ് കണ്ടു. ഇവരിതെന്താണ് തിരിച്ചു വരുന്നത്, അവർ പോയിടം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഈ സ്വിച്ച്മാൻ പറയുന്നു, ആരും അവരായിരിക്കുന്നിടത്ത് തൃപ്തരല്ല. അപ്പോൾ ഈ പോകുന്നവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം പോയവരുടെ പുറകെ അവരെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അതുമല്ല, അവർ വെറുതെ അങ്ങ് പോകുന്നതാണ്. ചിലർ ട്രെയിനിനുള്ളിൽ കിടന്ന് ഉറങ്ങുകയാകും, ചിലർ കോട്ടുമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. ആകെ കുട്ടികൾ മാത്രമാണ് ജനൽപ്പാളികൾ മുഖം അമർത്തി വെള്ളിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ ലിറ്റിൽ പ്രിൻസ് പറയുന്നു, ഓൺലി ദ ചിൽഡ്രൻ നോ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. ഇങ്ങനെ പലരെയും കണ്ടുമുട്ടിയ ലിറ്റിൽ പ്രിൻസ് അവസാനം താൻ ഭൂമിയിൽ വന്നിട്ട് 1 വർഷമാകുമ്പോൾ ഈ പൈലറ്റിനോട് പറയുന്നു, എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അങ്ങനെ പൈലറ്റിനോട് തൻ്റെ എൻജിനെല്ലാം ശരിയാക്കാനും ആ പ്ലെയിൻ ശരിയായെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ലിറ്റിൽ പ്രിൻസ് പറയുന്നു, പോകാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പൈലറ്റ് പിന്നീടാണിത് മനസ്സിലാക്കുന്നത്. അതായത് ആ പാമ്പിനോട് പറഞ്ഞാണ് ലിറ്റിൽ പ്രിൻസ് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ യാത്ര പറയാൻ നേരം ലിറ്റിൽ പ്രിൻസ് പറയുന്നു, ഇഫ് യു ലവ് എ ഫ്ലവർ ദാറ്റ് ലിവ്സ് ഓൺ എ സ്റ്റാർ, ഇറ്റ് ഈസ് സ്വീറ്റ് ടു ലുക്ക് അറ്റ് ദ സ്കൈ അറ്റ് നൈറ്റ്. In one of the stars I shall be living, in one of them I shall be laughing. And so it will be as if all the stars were laughing when you look at the sky at night. Only you will have stars that can laugh. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയായിരിക്കും ഇത്. അതുപോലെ മുതിർന്നൊരു ഓഡിയൻസിനാണെങ്കിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് പല പുതിയ പെർസ്പെക്റ്റീവ്സ് നൽകാൻ ഈ പുസ്തകം സഹായിക്കും. അപ്പോൾ ചിൽഡ്രൻസ് ഫിക്ഷൻ എന്നുള്ളൊരു ആ ഒരു ജോൺറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പുസ്തകമല്ല ഇത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, പറ്റുമെങ്കിൽ ഈ ബുക്ക് വാങ്ങിച്ച് വായിക്കുക. കുട്ടികൾക്ക് നിങ്ങൾ ഇത് വാങ്ങിച്ച് കൊടുക്കുക, അവർ വായിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.